കഴിഞ്ഞ വർഷത്തെ മികച്ച പുസ്തകം ഏത് എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ മലയാളത്തിൽ തീർച്ചയായും അത് ഈ ആത്രേയകം എന്ന ഒറ്റ പുസ്തകവുമാണ്. ഭീമന്റെ പിതാവ്, യുധിഷ്ഠിരന്റെ പിതാവ് തുടങ്ങിയ സ്ഥാനങ്ങളെയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് രണ്ടാം ഊഴത്തിൽ. അത്രയ്ക്കൊന്നും ഇതിനകത്തേക്ക് വന്നിട്ടില്ല. ഏതാണ്ട് കുട്ടിക്ക് ഒരു 5.5 മാസം പ്രായമാകുമ്പോൾ തൊട്ട് മഹാഭാരതം ഈ കുട്ടിയോട് പറഞ്ഞു തുടങ്ങും. 11 വയസ്സാകും മുമ്പ് കുട്ടിക്ക് ഈ 2,17,000 കഥാപാത്രങ്ങളെയും മനസ്സിലാക്കണം. അപ്പൊ ജന്മം എന്ന് പറയുന്നത് ആ അവസ്ഥ ഏതർത്ഥത്തിലും വലിയ പ്രശ്നമാണ് മഹാഭാരതത്തില്. നാട് മുഴുവൻ നശിക്കുന്നത് കണ്ടിട്ടും എന്താണ് നീ ഒന്ന് മൂളർദ്ധനാരീശ്വര എന്നാണ് ആ കവിത, അവിടെ ആ ശ്ലോകം നിൽക്കുന്നത്. ഒരുപാട് ചിരിച്ചതിൻ്റെ ശിക്ഷ തൊട്ട് പിന്നാലെ വരും എന്നുള്ളൊരു ഭയത്തിൽ നിന്നാണ് അങ്ങനെ കവിളത്തടിക്കുക. ഇത്രയും സ്വാതന്ത്ര്യങ്ങൾ, ജീവിച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ, തുറസ്സുകൾ മുഴുവൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഒരു സംഗതി അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ആത്രേയകം എന്ന് പറയുന്ന ഭൂമികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഭയം വരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നൊക്കെ പറയുന്ന അത്തരം ഒരു ഘട്ടത്തിലാണ് ഞാൻ ഉള്ളത്. കാരണം കഴിഞ്ഞ വർഷം വായിച്ച പുസ്തകങ്ങളിൽ ഏത് എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു പുസ്തകം എൻ്റെ ഒപ്പമുള്ള ആത്രേയകം എന്ന ഈ പുസ്തകമാണ്. ഞാൻ ഈ സന്തോഷമെന്ന് പറയാൻ കാരണം ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നൊരു സമയത്താണ് ഈ തൊട്ടിരിക്കുന്ന മൊബൈൽ ഫോൺ അരികിൽ വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ തൊടുന്നത് ഒരു മൃതദേഹത്തെയാണോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ഒരു അപരലോകം എനിക്ക് തന്നുകൊണ്ട് ആത്രേയകം എൻ്റെ കയ്യിൽ വരുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ടീച്ചറെ ആദ്യമായിട്ട് വിളിക്കുന്നത്. അതാണ് ഈ പുസ്തകത്തെ പറ്റിയിട്ടുള്ള എനിക്ക് വൈയക്തികമായി ഏറെ ആനന്ദം തരുന്ന ഒരു ഘടകം അതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. കഴിഞ്ഞ വർഷത്തെ മികച്ച പുസ്തകം ഏത് എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ മലയാളത്തിൽ തീർച്ചയായും അത് ഈ ആത്രേയകം എന്ന ഒറ്റ പുസ്തകവുമാണ്. അത് എനിക്ക് ഒരിടത്തും എനിക്ക് സന്ദേഹമില്ലാതെ തന്നെ പറയാനാവുകയും ചെയ്യും. ടീച്ചർക്കൊപ്പം ഇരിക്കുക എന്ന് പറയുന്നത് അതിലേറെ സന്തോഷകരമാണ്. ടീച്ചർ ഒരുപാട് എപ്പോഴും നിരന്തരം പുതിയ ചിന്തകൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ടീച്ചറോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. ടീച്ചറെ കണ്ണൂരിൽ നിന്ന് വരികയാണ് അല്ലേ? കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഞാനും തൃശ്ശൂരിൽ നിന്ന് വരികയാണ്. അപ്പോൾ എനിക്ക് ആദ്യം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കേട്ട ഒന്ന് അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. ഞാൻ ഈ ആത്രേയകത്തിലേക്ക് വരും മുമ്പ് അരുവിപ്പുറം പ്രതിഷ്ഠ 888 കഴിഞ്ഞിട്ട് ഒരു 6 കൊല്ലം കഴിഞ്ഞ് ഗുരു വരുമ്പോൾ അദ്ദേഹം വീണ്ടും അരുവിപ്പുറത്ത് എത്തുമ്പോൾ അവിടെ കടുത്ത വരൾച്ചയായിരുന്നു. ആ വരൾച്ചയുടെ ഘട്ടത്തിൽ ഗുരു അർദ്ധനാരീശ്വര സ്തവം എന്ന് പറഞ്ഞ് ഒരു ചെറിയ കവിത, പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ കവികളെയും കുശുമ്പിൻ്റെ നരകത്തിൽ ചെന്നെത്തിക്കാൻ പാകത്തിലുള്ള ഒരു കവിതയായിരുന്നു അത്. ഏതാണ്ട് ഇങ്ങനെയാണത്: ഊട്ടിത്തീറ്റും ഉമ്പർതടിനി നാഥനും, അങ്ങനെയാണ് ആ കവിത തുടങ്ങുന്നത്. ഈ നാട് മുഴുവൻ നശിക്കുന്നത് കണ്ടിട്ടും എന്താണ് നീ ഒന്ന് മൂളർദ്ധനാരീശ്വര എന്നാണ് ആ കവിത, അവിടെ ആ ശ്ലോകം നിൽക്കുന്നത്. ടീച്ചറെ, ഈ ദേശം, ഈ നാടിൻ്റെ നാശം എപ്പോഴും ഈ ആത്രേയകം എന്ന ദേശം സാങ്കല്പിക ദേശമാണ്, അതൊക്കെ ഒരു കഥയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് ടീച്ചറിൽ ദേശം എങ്ങനെ പ്രതിസ്പന്ദിക്കുന്നു? കാരണം ആത്രേയകം എന്നൊരു ദേശം, അതിന് ചുറ്റുമുള്ള സാമ്രാജ്യങ്ങൾ, അതിന് ചുറ്റുമിപ്പോഴും അതിനെ പിടികൂടാൻ കാത്തു നിൽക്കുന്ന, നഖങ്ങളാഴ്ത്താൻ കാത്തു നിൽക്കുന്ന സാമ്രാജ്യങ്ങൾ, അതിൻ്റെ സംസ്കാരം, പാരമ്പര്യം, ചരിത്രം, പ്രകൃതി, പ്രത്യാശകൾ, ഇതെല്ലാം വേട്ടയാടപ്പെടുന്ന ഒരു കൃത്യമായ ഒരു കാലത്തിൻ്റെ ഗണന ആ പുസ്തകത്തിലുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഈ ദേശം നമ്മുടെ ദേശത്തോട് പറയുന്നത്? നമസ്കാരം എല്ലാവർക്കും. ഒരുപാട് പരിചിത മുഖങ്ങളുണ്ട്, നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. ആദ്യമായിട്ടാണ് ഈ വേദിയിൽ, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സന്തോഷം പുറമേ. ആത്രേയകത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എത്രത്തോളം
സമർത്ഥമായിട്ട് ഉത്തരം പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മളെഴുതിയ ഒരു പുസ്തകത്തെക്കുറിച്ച് ഒരു വേദിയിലിരുന്ന് അതിനെ വിശദീകരിക്കുക, അതേക്കുറിച്ച് പറയുക എന്നുള്ളത് പെട്ടെന്ന് എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും അതത്ര അനായാസമായ പണി അല്ല. മാത്രമല്ല, അതിനകത്തൊരു ചെറിയ അനൗചിത്യം കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇത് വായിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നത് പോലത്തെ ഒരു ഏർപ്പാടാണത് എന്ന് കരുതും. പക്ഷെ എന്നാലും ഇത് എഴുതുമ്പോൾ എന്താണ് ഈ നമ്മുടെ സ്ഥിരം കുട്ടികൾ പറയുന്ന കവി ഉദ്ദേശിച്ചത് എന്നുള്ളത് വിശദീകരിക്കാനുള്ള ഒരു ബാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് പറയാൻ ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പം മധു സാറിനോട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം കുറച്ച് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിനോടത് പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം എനിക്കൊരു പുസ്തകം വായിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം, നല്ല സാഹചര്യം വേണം, സുഖമായിട്ട് ഇരുന്നിട്ട് മനസ്സിനെ സ്വതന്ത്രമാക്കി ശരീരത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടൊക്കെ വേണം പുസ്തകം വായിക്കാൻ. പക്ഷേ ഈ പുസ്തകം വായിക്കാൻ താങ്കൾ എടുത്തിട്ടുള്ളൊരു ശ്രമം എന്നെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്, ചിന്തിക്കാൻ പോലും പറ്റില്ല, മനുഷ്യസാധ്യമല്ല. കാരണം ഇത്രയും പ്രകൃതിക്ഷോഭങ്ങളുടെ ഒക്കെ ഇടയിൽ ദേശങ്ങൾ തമ്മിലുള്ള അതിർത്തി തന്നെ കലങ്ങിപ്പോകുന്നൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ ആഴം കൃത്യമായിട്ട് അത്തരത്തിലുള്ള ചില നിർണായക സന്ദർഭങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് കരുതുന്നു. നമ്മുടെ ആരുമല്ലാത്ത ചില മനുഷ്യർക്ക് വേണ്ടിയും ചിലപ്പോൾ നമുക്ക് മനസ്സുരുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അവർ വന്നോ, അവരുണ്ടോ, അത്രയും അനിശ്ചിതത്വത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരു പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അതൊരു ധീരതയാണ്, അതിനെ പ്രണമിക്കുന്നു. അപ്പം അതോട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ തോന്നുന്നു, ഏറ്റവും കൂടുതൽ മനുഷ്യനെ അലട്ടുന്നത് അവരവരെക്കുറിച്ച് തന്നെയുള്ള ഭയമാണ്, ആനന്ദത്തെക്കുറിച്ചുള്ള ഭയമാണ്. എല്ലാത്തരം ആനന്ദങ്ങളിൽ നിന്നും ബലമായി അടർത്തി മാറ്റപ്പെടുന്നവരാണ് മനുഷ്യർ. മറ്റാരും അടർത്താൻ വന്നില്ലെങ്കിൽ നമ്മൾ തന്നെ അത് ചെയ്യും. കാരണം കുട്ടിക്കാലത്ത് കുറേ അധികം ചിരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെ ഉണ്ട്, ഇവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, 2 കൈ കൊണ്ടും കവിളത്തടിക്കും. ഒരുപാട് ചിരിച്ചതിൻ്റെ ശിക്ഷ തൊട്ട് പിന്നാലെ വരും എന്നുള്ളൊരു ഭയത്തിൽ നിന്നാണ് അങ്ങനെ കവിളത്തടിക്കുക. ആനന്ദങ്ങളെ ഭയപ്പെടുക എന്ന് പറയാൻ മനുഷ്യർ ശീലിക്കുന്നത് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം മുതൽ തന്നെയാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടി ബലമുള്ളതായിരിക്കും. അത്തരത്തിൽ കുറച്ചും കൂടി സ്ട്രിക്റ്റായിട്ടത് പഠിപ്പിക്കപ്പെടും. ശരീരത്തെക്കുറിച്ചുള്ള ആനന്ദങ്ങളെ, അല്ലെങ്കിൽ അവനവനെ ഒരിക്കലും തിരിച്ചറിയാതിരിക്കുക, അവളവളെ തിരിച്ചറിയാതിരിക്കുക. മനുഷ്യനെ ബലമായി തന്നെ ഈ ജീവിതത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ സൗന്ദര്യങ്ങളിൽ നിന്നും ആനന്ദങ്ങളിൽ നിന്നും വിടർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും അത് ചെയ്തിട്ടുണ്ടാവും. കാരണം ഭൂമി നരകമാണ്, ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റണേ എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രാർത്ഥനകൾ. അപ്പം കരകയറി പോകുന്നത് എങ്ങോട്ടാണ്? നരകമായ ഈ ഭൂമിയിൽ നിന്ന് എങ്ങോട്ടേക്കാണ് പോവുക? അങ്ങനെ പോകാനുള്ളൊരു തുരുത്ത് ഭൗതികമായി നിർമ്മിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. കാരണം അതുണ്ടാക്കേണ്ടതും ഭൂമിക്ക് മുകളിൽ തന്നെയല്ലേ. അപ്പോൾ മനസ്സുകൊണ്ട് തീർത്ഥയാത്ര നടത്തണമെങ്കിൽ, മനസ്സുകൊണ്ട് ഒളിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവനവനെ, അവളവളെ, അവരവരെ ഒളിപ്പിക്കണമെങ്കിൽ അതിന് ഒരു സാങ്കല്പിക ഭൂമികയാവും നന്നാവുക. 24 മണിക്കൂറും ഒരു വലിയ ദേശത്തിൻ്റെ സർവൈലൻസിലിരിക്കാത്ത, മനസ്സിനും ശരീരത്തിനും സ്വാസ്ഥ്യം നൽകുന്ന, ഭയത്തിൽ നിന്നും അനിശ്ചിതത്വങ്ങളിൽ നിന്നുമൊക്കെ മോചനം നൽകുന്ന ഒരു സാങ്കല്പിക ഭൂമിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു പ്രതീക്ഷയായിരിക്കും. അങ്ങനെ ഒരിടമുണ്ട്, അങ്ങോട്ട് മടങ്ങുക. ഏതൊക്കെയോ അർത്ഥത്തിൽ അതൊരു വാഗ്ദത്ത ഭൂമിയാണ്. ഒരു ഭൂമിയെ നമുക്ക് ജിയോഗ്രഫിക്കൽ അല്ലാതെയായും സങ്കല്പിക്കാൻ പറ്റും. കാരണം നമ്മുടെ പഴയ പുസ്തകങ്ങളിലൊക്കെ കേരളം എന്ന് പറയുന്ന ഭൂമികയെ തന്നെ ഇന്നത്തെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾക്കകത്ത് നിന്നുകൊണ്ടല്ലല്ലോ നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അങ്ങനെയാണ് പുറത്തിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കേരളം നാളികേരത്തിൻ്റെ നാടാണ്, അവിടെ ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ആ മണ്ണിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് അയാളെ അവിടെ നിലനിർത്തുന്നത്. അപ്പം അത്തരത്തിൽ സങ്കല്പിക്കാൻ പറ്റുന്ന, അത്തരത്തിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന, എല്ലാ കാലവും അഭേദം എന്ന് വിചാരിക്കുന്ന ഒരു ഭൂമികയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അതേസമയം അത് സ്വന്തം പ്രത്യയശാസ്ത്രം കൊണ്ടും സ്വന്തം വിശ്വാസം കൊണ്ടും സ്വന്തം രീതികൾ കൊണ്ടും ഒരു വലിയ ദേശീയതയെ ഏതൊക്കെയോ തരത്തിൽ എതിർത്ത് നിൽക്കുന്ന ഒരു ചെറിയ രാഷ്ട്രീയ ഭൂമിക കൂടി ആവുന്നുണ്ട്. അതാണ് ആത്രേയകത്തിൻ്റെ ഒരു വർത്തമാനകാല പ്രസക്തി. ദേശത്തെക്കുറിച്ച് പറയുമ്പം ആത്രേയകത്തിനെ അത് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അതാണെന്നാണ് ഞാൻ കരുതുന്നത്. ടീച്ചർ പറയുമ്പോൾ ഇതിനോട് വിയോജിക്കാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ദേശം ഓരോന്നായി മാറുന്ന ഒരു കാലത്താണ്
നിർഭാഗ്യവശാൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ 2 തലമുറ മുമ്പുണ്ടായിരുന്നവരുടെ ദേശം അല്ല ഇന്നത്തെ ദേശം എന്നത്. കാലത്തിൻ്റെ മാറ്റങ്ങൾ കൂടി ദേശത്തെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ്. ഇപ്പോൾ അതിന് ടീച്ചർ പറഞ്ഞ പോലെ ഭൂമിയുടെ അറ്റങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ട്രംപ് കൊണ്ടുവരുന്ന പ്രൊട്ടക്ഷനിസം അതിൻ്റേതായിട്ടുള്ള വിധത്തിൽ പുതിയ ദേശങ്ങളെ നിർവചിക്കുന്ന ഒരു കാലത്തുകൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇസ്രയേലിന് അനുകൂലമായും എതിരായും പലസ്തീന് അനുകൂലമായും എതിരായും വരുന്ന കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ട്. ഗോകർണം തൊട്ട് കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഒരു ദേശമായിരുന്നു പണ്ടത്തെ കൽപ്പനയെങ്കിൽ അത് ഇപ്പോൾ അതിനൊക്കെ ഇപ്പുറത്തുള്ള ചെറിയ ഒരു തൂശനില വെച്ചൊരു ദേശമായി മാറിയിടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ടീച്ചർ നേരത്തെ പറഞ്ഞ മറുപടിയിൽ നിന്നുള്ള അടുത്ത ചോദ്യം എനിക്ക് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും ഭയം എന്നതാണ്. ഈ ആത്രേയകത്തിൻ്റെ തുടക്കത്തിൽ വളരെ കൃത്യമായി ആ ഭയത്തെ പറ്റിയിട്ട് ടീച്ചർ പറയുന്നുണ്ട്. ആ ഭയത്തിൻ്റെ പല സ്വഭാവങ്ങളും പറയുന്നുണ്ട്. ഭയമാണ് ഒരു മനുഷ്യനെ നിർവചിക്കുന്നത് എന്ന വിധത്തിൽ ഭയത്തെപ്പറ്റി പറയുമ്പോൾ ഈ ഭയത്തിൻ്റെ ഒരു ആദ്യ രൂപത്തെ ഞാൻ കണ്ടിട്ടുള്ളത് രാമായണത്തിലാണ്, വാൽമീകി രാമായണത്തിലാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണത്തിൽ അതില്ല. അത് സാരമേയ പ്രതിയാനം എന്ന് പറയുന്ന ഒരു കഥ തന്നെ അതിലുണ്ട്. ശ്രീരാമൻ സഭ കൂടിയിരിക്കുന്നു, സീതാദേവി ഇല്ലാട്ടോ. സീതാദേവിയെ കാട്ടിൽ കളഞ്ഞതിന് ശേഷം ലക്ഷ്മണൻ അവിടെയുണ്ട്. ഭൃഗു, അങ്കിരസ്, വസിഷ്ഠൻ തുടങ്ങിയ കുലഗുരുക്കൾ ഒക്കെ അവിടെ ഇരിക്കുന്നിടത്ത് വെച്ച് ഇനി ആർക്കെങ്കിലും പരാതികളുണ്ടോ എന്ന് ചോദിക്കാൻ ലക്ഷ്മണനെ പറഞ്ഞയക്കുമ്പോൾ അവിടെ ആ ഗോപുരവാതിൽക്കൽ ഒരു നായ നിൽക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ മുറിവേറ്റ നായയാണ്. എന്താണ് പരാതി എന്ന് ചോദിച്ചപ്പോൾ നായ പറയുന്നുണ്ട്, എന്നെ തല്ലി തലപൊട്ടിച്ചിരിക്കുന്നു. സമാനമായ വിധത്തിൽ മറ്റൊരു സാരമേയം വന്ന്, അതുകൊണ്ടായിരിക്കണം സാരമേയ പ്രതിയാനം എന്ന വാക്ക് അതിൽ വരുന്നത്. ഒരു ബ്രാഹ്മണനാണ് തല പൊട്ടിച്ചത്, ബ്രാഹ്മണനെ ശിക്ഷിക്കാൻ വയ്യ. രാജാവ് ചോദിക്കുന്നു എന്ത് ചെയ്യണം. അപ്പോൾ വിധിക്കാനുള്ള ഉത്തരവാദിത്വവും ഈ നായയ്ക്ക് തന്നെ കൊടുക്കുമ്പോൾ അവർ പറയുന്നു, ഇദ്ദേഹത്തെ കാലഞ്ചരത്തിലെ പുരോഹിതനാക്കൂ, കാലഞ്ചരത്തിലെ കുലപതിയാക്കൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് പ്രമോഷൻ കിട്ടി എന്ന് ആശ്വസിച്ചപ്പോൾ ശ്രീരാമൻ തന്നെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ ഭയമായിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ജന്മത്തിൽ കാലഞ്ചരത്തിലെ കുലപതിയായിരുന്ന ആളാണ് ഇപ്പോൾ ഈ നായയായി എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അത്രയും ക്ഷമയില്ലാത്ത ഇപ്പോൾ ഈ നായയുടെ അത്ര ക്ഷമയില്ലാത്ത, വിവേകമില്ലാത്ത ഈ ബ്രാഹ്മണന് കാത്തിരിക്കുന്ന മഹാനരകങ്ങൾ എന്തൊക്കെയാണ് എന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ അസ്വസ്ഥനാവുന്നു. അദ്ദേഹവും അത് അസ്വസ്ഥനാവും എന്ന് പറയുന്നുണ്ട്. ഭയവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള അകലം എത്രത്തോളം എന്നുള്ളത് എല്ലാ കാലത്തും ഏത് എഴുത്തുകാരെയും പ്രലോഭിപ്പിച്ചിട്ടുള്ളതും വേവലാതിപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വിഷയമാണ്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത് അധികാരവും പ്രജയും തമ്മിലുള്ള, അധികാരവും മനുഷ്യനും തമ്മിലുള്ള നമ്മുടെയൊക്കെ തുച്ഛ ജീവിതങ്ങളെ എങ്ങനെ അധികാരം വേട്ടയാടുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിന്തയിലേക്ക് അതൊരു എഴുത്തുകാരി എന്ന നിലയിൽ ഞാൻ ആത്രേയകത്തിൻ്റെ പുറത്ത് മാത്രമല്ല, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ആത്രേയകം എങ്ങനെ വായിക്കണമെന്ന് ടീച്ചർ ഒരു കാരണവശാലും ഈ സമൂഹത്തോട് പറയേണ്ടതില്ല. കാരണം ഈ സമൂഹം പരശതം വായനകളിലൂടെ ഇതിനകം തന്നെ 12 പതിപ്പുകൾ പുറത്തിറക്കി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ടീച്ചർക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന വിഷയം. പക്ഷെ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള അകലം അതിൽ തന്നെ പറയുന്നുണ്ട്. നാളത്തെ പുലരി കാണുമോ എന്നുള്ളത് തന്നെ പോലും ആശങ്കപ്പെടുത്തുന്നു എന്ന് വിശാഖ നിരാമിത്രനോട് പറയുന്നുണ്ട്. ടീച്ചർ എത്രത്തോളം ഭയം, സ്വാതന്ത്ര്യം? നമുക്ക് മഹാഭാരതത്തിനകത്തെ കഥാപാത്രങ്ങളുടെ ജീവിതഗതി വെറുതെ ഒന്ന് നമുക്ക് നോക്കാം. അതെന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. അത് ജയം എന്നാണ് അതിൻ്റെ പേര് പുസ്തകത്തിന്, അതായത് ആ ഗ്രന്ഥത്തിൻ്റെ ആദ്യ നാമം ജയം എന്നാണ്. പക്ഷെ ആ ജയം എന്നുള്ള പേരിനകത്ത് തന്നെ ഒരു ധ്വന്യാത്മകതയുണ്ട്. അത് ആരുടെ ജയമാണ്, എന്തിൻ്റെ ജയമാണ്, എന്തിൽ നിന്നാണ് ഈ ജയം ഉണ്ടായത് എന്നുള്ളത്. ശരിക്കും ഇപ്പോൾ ഭീഷ്മരെ ഉദാഹരണമായിട്ട് എടുക്കാം. ഭീഷ്മർക്കൊരു വരം കിട്ടുന്നുണ്ട് എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അത് സ്വച്ഛന്ത മൃത്യു ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് എപ്പോഴാണോ സ്വന്തം മരണം വേണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രമേ മരണം അദ്ദേഹത്തെ തൊടുകയുള്ളൂ. ഒരുപാട് വരങ്ങളുടെ കഥകളുണ്ട് എല്ലാ പുരാണത്തിലും, പക്ഷെ എല്ലാത്തിനും ഒരു ക്ലോസ് വെച്ചിരിക്കും. അങ്ങനെയാണല്ലോ. അതായത് ആരാൽ കൊല്ലപ്പെടണം, അല്ലെങ്കിൽ ഈ ശാപത്തിന് എന്താണ് നിവൃത്തി, അതായത് ഒരു വലിയൊരു ടൈം സ്പാൻ ഇല്ല.
ചെറിയ യൂണിറ്റുകളാക്കി മനുഷ്യൻ്റെ ആ മഹാഭാരതത്തിനകത്തെ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് അവിടം വരെ മാത്രമേ ഉള്ളൂ ആ സഞ്ചാരം. അപ്പം പിന്നെ ഹിരണ്യകശിപു കൊല്ലപ്പെട്ട കാര്യം പറയുമ്പോഴും, അതായത് അദ്ദേഹത്തിന് കുറേ ക്ലോസുകളുണ്ട്. പകല് കൊല്ലാൻ പറ്റില്ല, രാത്രി കൊല്ലാൻ പറ്റില്ല, വെള്ളത്തിൽ വെച്ച് പറ്റില്ല, കരയിൽ വെച്ച് പറ്റില്ല, ആയുധം കൊണ്ട് പറ്റില്ല, വിഷം കൊടുത്ത് പറ്റില്ല, പൊള്ളാൻ പറ്റില്ല, മനുഷ്യനാവരുത്. പക്ഷെ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഒരു അവതാരം ഉണ്ടാകുന്നു എന്നും അതേ കഥയിൽ തന്നെ പറയുന്നുണ്ട്. ഇത്രയും സ്വാതന്ത്ര്യങ്ങൾ, ജീവിച്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങൾ, തുറസ്സുകൾ മുഴുവൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഒരു സംഗതി അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു ഭയം, അതായത് ഇതൊക്കെ അല്ലാത്ത ഒന്ന് വരാം എന്നുള്ളൊരു ഭയത്തിൻ്റെ തണലിൽ വേണം എത്ര വരം കിട്ടിയ ആളും ജീവിച്ചു പോവാൻ. അപ്പോൾ ഭീഷ്മരെ സംബന്ധിച്ചിടത്തോളം ആ വരം ഞാൻ എപ്പോഴാലോചിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്നൊരു വാള് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മനുഷ്യൻ, അത് ഭീഷ്മർ ഒരു നിസ്സാര മനുഷ്യനായിരുന്നെങ്കിൽ, ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നെങ്കിൽ ഒരു പക്ഷേ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ആ വരം വലിച്ചു പോയേനെ. കാരണം എന്താ വെച്ചാൽ എന്തിനാ ഈ ജീവിതം എന്ന് ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ഉണ്ടാവില്ല. അങ്ങനെ വിചാരിക്കുന്ന നിമിഷം ഭീഷ്മർ മരിച്ചു പോകേണ്ടതാണ്. പക്ഷേ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം സംശയാലുമായിരുന്നില്ല. എന്തിനാണ് ഈ ജീവിതം എന്ന് അദ്ദേഹം ആലോചിക്കുന്നേയില്ല. എനിക്കിത് മതിയായി എന്ന് പറയുന്നില്ല. എനിക്കിത് മതിയായി, എന്തിനാണ് മതിയാവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കല്യാണിയിൽ ദാക്ഷായണിയിലും എനിക്ക് മതിയായി എന്ന് പറയുമ്പോൾ എന്തിനാണ് മതിയാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മതി എന്ന് പറയുന്നൊരവസ്ഥ, അതായത് ഇത്രത്തോളം താൻ ജീവിച്ചത് മതി എന്നുള്ളൊരവസ്ഥ ആ കഥാപാത്രങ്ങൾക്ക് ആർക്കുമില്ല. ഭീഷ്മരോളം മഹത്തുക്കളായ സ്ത്രീകളല്ലവർ, എന്നാൽ പോലും അവർ അത്തരത്തിലൊരു നിലപാടെടുക്കുന്നുണ്ട്. അപ്പോൾ ഭീഷ്മർക്ക് ഈ സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊടുത്ത വരം അദ്ദേഹം ശരിക്കും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷം പോലത്തെ ഒരു സംഗതിയാണ്. അത് ഏത് നിമിഷവും പ്രവർത്തിക്കാവുന്ന ഒന്നാണ്. പക്ഷെ അത് താൻ മരണം പ്രതീക്ഷിക്കുന്ന അടുത്ത് വരെ അത് കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിജയം എന്ന് പറയും. അത് ആ ഒരു വരത്തെ ഭയന്നിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടാവുക. അതിന് ഇത്രയും കൂടിയുണ്ട്, അദ്ദേഹം എത്രത്തോളം സ്വന്തം ചിന്തകളുടെ കാര്യത്തിൽ എഡിറ്റഡ് ആയിരുന്നിരിക്കണം. അങ്ങനെ ഒരു ഘട്ടത്തിലും മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ചിന്തിക്കാൻ തന്നെ, മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ മനസ്സിനെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കില്ല ഈ വരത്തിൻ്റെ ഫലപ്രാപ്തി കാരണം. അപ്പം ശാപങ്ങൾക്കും ശാപമോക്ഷങ്ങൾക്കും അത്തരത്തിലുള്ള ചില സവിശേഷ ഘടകങ്ങളുണ്ട്. ആ ശാപമോക്ഷങ്ങളും ആ ശാപങ്ങളും വാസ്തവത്തിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന കഥാപാത്രങ്ങളുടെ ഭയങ്ങളാണ്. ആ ഭയത്തിൽ നിന്നുള്ള നിവൃത്തിയാണ് ശാപമോക്ഷം എന്ന് പറയുന്നത്. ഈ ശാപം ഫലിക്കും എന്നുള്ള ഭയത്തിലാണ് അവരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. അല്ലെങ്കിൽ ചില വിധികൾ പറയും. ഇപ്പം ദുര്യോധനൻ ഭീമൻ്റെ കയ്യാലാണ് കൊല്ലപ്പെടേണ്ടത് എന്ന് നേരത്തെ അറിയുമെങ്കിൽ അവർ തമ്മിലുണ്ടാകുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ഭയമാണ്. ഈ ഒരാൾ, ഈ അധികാരി നമ്മെ നിയന്ത്രിക്കുന്ന ആളാണ്, ഈ അധികാരി നമ്മളെ നിരീക്ഷിക്കുന്ന ആളാണ്, ഈ അധികാരി നാളെ അദ്ദേഹത്തിൻ്റെ അധികാരത്തെ ഏറ്റവും ഘോരമായ രീതിയിൽ നമ്മൾ പ്രയോഗിക്കാനിരിക്കുന്ന ആളാണ്. നമ്മളെടുക്കുന്ന നിലപാടിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ചില പ്രത്യയ ശാസ്ത്രങ്ങളുടെ പേരിൽ, നമ്മുടെ ചിന്തയുടെ പേരിൽ, സംസ്കാരത്തിൻ്റെ പേരിൽ, അറിവിൻ്റെ പേരിൽ, എഴുത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ നാളെ നാം ശിക്ഷിക്കപ്പെട്ടേക്കാം എന്ന ഭയത്തിൽ പുലരുന്ന ഒരു ജനതയ്ക്ക് ഏറ്റവും യോജിച്ചൊരു പശ്ചാത്തലവും ഭൂമികയുമാണ് അങ്ങനെയാണെങ്കിൽ മഹാഭാരതത്തിൻ്റേത്. എല്ലാ പൗരാണിക കൃതികൾക്കും അത്തരത്തിലുള്ളൊരു വശമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഈ കഥാപാത്രങ്ങളെ പുനരാഖ്യാനം ചെയ്തതുകൊണ്ട് അവരുടെ കഥ ഒന്നുകൂടി പറയുക എന്നുള്ളതിനേക്കാൾ ഒരു പക്ഷേ ഇത്തരം കൃതികൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ദേശത്തിൻ്റെ നിലവിലുള്ള പരിസ്ഥിതികളെയും പരിതസ്ഥിതികളെയും ശരിക്കും നിരീക്ഷിക്കുക, വളരെ ക്ലോസ് ആയിട്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളതാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ആത്രേയകം എന്ന് പറയുന്ന ഭൂമികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഭയം വരുന്നത്. അപ്പം യജ്ഞശാലയിൽ നിന്ന് സരമയുടെ കുട്ടിയെ അടിച്ചോടിക്കുന്ന പറയുന്ന ന്യായം അർഹതയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ചില ആൾക്കാരെ പുറത്താക്കുന്നത് ന്യായമാണെന്നാണ്. ആ വാക്യം വായിക്കുമ്പം അത് സരമയ്ക്ക് മാത്രം, അല്ലെങ്കിൽ സരമയുടെ കുട്ടിക്ക് മാത്രം ബാധകമല്ല എന്ന് വിചാരിക്കാവുന്നിടത്തേക്ക് നമ്മൾ വായിച്ചെത്തിയിട്ടുണ്ടല്ലോ ഇപ്പം ഏത് നോവലാണെങ്കിലും നമ്മൾ എടുക്കുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ഭയം എന്നുള്ളൊരു വാക്കിന് ലോകമെമ്പാടും എന്താണ് അർത്ഥം, പല പല പ്രദേശങ്ങളിൽ, പല പല രാജ്യങ്ങളിൽ, പല പല മനുഷ്യ സമൂഹങ്ങളിൽ അതിനുള്ള വ്യാപ്തി എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു തലമാണ് ഇതിനകത്ത് ചർച്ച ചെയ്യാൻ ശ്രമിച്ചത്. അവിടെ ടീച്ചർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. പണ്ട് ഈ പുസ്തകം ഇറങ്ങിയിട്ട് ആദ്യം കണ്ട ഘട്ടങ്ങളിലൊന്നിൽ ടീച്ചർ പറഞ്ഞൊരു കാര്യം, ശത്രുക്കളായി തുടങ്ങുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. വിമർശനങ്ങൾ എത്രത്തോളം വന്നിട്ടുണ്ട് ടീച്ചറെ? ഞാനത് കുറച്ച് മുമ്പേ പറഞ്ഞിട്ടേ ഉള്ളൂ. ധാരാളം മെയിലുകൾ വരുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു നേരിട്ടുള്ള ആക്രമണങ്ങൾ കല്യാണിയും ദാക്ഷായണിയും ഇറങ്ങിയ സമയത്ത് നേരിട്ട് തന്നെയുള്ള ആക്രമണങ്ങളായിരുന്നു ഫേസ്ബുക്കിലായാലും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് അത്ര പ്രകടമല്ലാത്ത, അതായത് ഒന്നോ രണ്ടോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണേ അങ്ങനെയുള്ള വിധ്വംസകമായ സാധനങ്ങളൊക്കെ. എന്നാലും മഹാഭാരതത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയാമോ എന്ന് പറയുന്ന ആ ഒരു വിഷമാണ് ആ പറച്ചിലുകൾ ഞാൻ വരുന്നു. പക്ഷെ മെയിലുകൾ കുറച്ചും കൂടി മൂർച്ചയുള്ള ഭാഷ സംസാരിക്കുന്ന മെയിലുകളാണ്. അതിനകത്തുള്ള ഏറ്റവും എന്താണ് മെയിലുകളുടെ ഒരു പൊതു സ്വഭാവം, ഒന്ന് സ്ത്രീ ആയിക്കൊണ്ട് ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകളെ സമീപിക്കുന്നതിലുള്ള പ്രശ്നമാണ്. അപ്പം ഇതിനേക്കാൾ രൂക്ഷമായിട്ട് മഹാഭാരത കഥാപാത്രങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ള നോവലുകൾ മലയാളത്തിൽ വേറെ ഉണ്ട്. അപ്പം ഭീമൻ്റെ പിതാവ്, യുധിഷ്ഠിരൻ്റെ പിതാവ് തുടങ്ങിയ സ്ഥാനങ്ങളെയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് രണ്ടാം ഊഴത്തിൽ. അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. അത്രയ്ക്കൊന്നും ഇതിനകത്തേക്ക് വന്നിട്ടില്ല. ഇതിനകത്താകെ വരുന്നത് ഒരു പ്രത്യേക പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഗൂഢാലോചനകൾ എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ മഹാഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ശരിക്കും ഒരു വംശഹത്യയുടെ സ്വഭാവത്തിലേക്ക് പോകുന്ന ഘട്ടങ്ങളുണ്ട്. അപ്പോൾ അതിനെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അപ്പം അങ്ങനെ ഒരു ഇതിഹാസ കൃതിയെ എടുത്തിട്ട് ഇത്തരത്തിൽ വളച്ചൊടിക്കാനുള്ള അർഹത എന്താണെന്നാണ് ചോദ്യം. പക്ഷെ അതിനുള്ള മറുപടി ഇത് മഹാഭാരതം അല്ല എന്നാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ മഹാഭാരതമാണെന്നാണ്. അതിനാണ് അരുവിപ്പുറം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി എനിക്ക് പറയാനുള്ള ഉത്തരം റെഡി എന്ന് ഞാൻ ആലോചിച്ചതിൻ്റെ കാര്യം ഇതാണ്. അതായത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് ഇതിനുള്ള അവകാശം, നിങ്ങൾ എങ്ങനെയാണ് ശിവനെ പ്രതിഷ്ഠിച്ചത്? അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ശൂദ്രനോ ഒരു സ്ത്രീയോ മഹാഭാരതത്തിനൊരു വ്യാഖ്യാനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് എങ്ങനെ ഉണ്ടാവും എന്നാണ്. അത് പിന്നെ ശബിനി എഴുതിയിട്ടുള്ള ശകുനി എന്ന് പറയുന്ന നോവലുണ്ട്, കാണാവുന്നതേ ഉള്ളൂ. അത് ഇത്തരത്തിലുള്ള ചില സാധ്യതകൾ ആ ഒരു ഇതിഹാസ കൃതിക്ക് ഉണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു ആരോപണമാണ്. അതിങ്ങനെയാണ്, നിരമിത്രൻ മഹാഭാരതത്തിലെ ഏറ്റവും സുന്ദരനായ കഥാപാത്രമാണ്. ഏത് എനിക്ക് വന്ന മെയിലാണേ. ഈ നിരമിത്രൻ ആണ് അയാളുടെ ഭംഗിയൊക്കെ നോവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കൂല, കാരണം ആ വാക്ക് മുഴുവനും ആ നോവലിൽ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു പൊതുവേദിയിൽ നിരമിത്രൻ എന്ന് പറയുന്ന ആ നാമത്തിൻ്റെ പിന്നിലുള്ള കഥാപാത്രത്തിന് മഹാഭാരതത്തിലുള്ള പേരെന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ മെയിലിലെ കഥാപാത്രത്തിൻ്റെ പേരുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു കഥാപാത്രത്തിന്, ഇത്ര സുന്ദരനായ ഒരു കഥാപാത്രത്തിൻ്റെ പേര് കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതാണ് ആ ചോദ്യം. ആ ചോദ്യം കുറേ കൂടി ഗൗരവമുള്ളതാണ്. അത് മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് വരുന്നൊരു ചോദ്യമാണ്. മഹാഭാരതത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ, പുരാണത്തിൽ എല്ലാ കഥാപാത്രങ്ങളും, രാമായണത്തിലൊക്കെ, അതായത് ഒരേ പേരിൽ പല കഥാപാത്രങ്ങളെ കാണും. ഭീമൻ എന്നുള്ള പേരിൽ 2 കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ ചിലത് കഥാപാത്രങ്ങളുടെ പേരുകളല്ല, ചിലത് അവരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു വർഗത്തെ പ്രത്യേകമായി ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷേപ സൂചകമായിട്ടുള്ള നാമങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് പല പേരുകളും ആവർത്തിക്കാത്തത്. നിരമിത്രന് മഹാഭാരതത്തിലുള്ള പേര് വേറെ ഒരു പൗരാണിക കഥാപാത്രത്തിനും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് അയാളുടെ പേരല്ല എന്നല്ലേ? അത് പേരല്ലെങ്കിൽ അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ കഥാപാത്രത്തിനൊരു പേരില്ലാതിരിക്കുന്നത്? ശത്രുക്കളില്ലാത്തവൻ എന്ന് മാത്രമാണ് ആ വാക്കിൻ്റെ അർത്ഥം. മഹാഭാരതത്തിൽ നകുലൻ്റെ മകനാണ് നിരമിത്രൻ. അതുകൊണ്ടാണ് ആ സംശയം വരുന്നത്. കാരണം ഏറ്റവും സുന്ദരനായ ആൾ നകുലനാണ് പാണ്ഡവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളതെന്ന് മഹാഭാരതം പറയുന്നു. അപ്പം നകുലൻ്റെ മകൻ നിരമിത്രൻ നകുലനെ പോലെ തന്നെ ഭംഗിയുള്ളവനായിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നിരമിത്രൻ്റെ പേരെങ്ങനെയാണ് ഈ കഥാപാത്രത്തിന് കൊടുത്തതെന്നാണ് ആ ചോദ്യം. അവിടെ എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളത്, അതിൽ ഇപ്പം നകുലനിൽ നിന്നും നിരാമിത്രനിലേക്ക് കടന്നു വരുന്നു. ആ കഥ സംവദിക്കുന്നത് ഇതിൽ ആ ഒരു തീം ടീച്ചർ കൊണ്ടുപോയിട്ടുമുണ്ട്. നകുലനിൽ നിന്നും നിരമിത്രനിലേക്ക് ഒരു എന്താ പറയുക, ആണുടലിൻ്റെയും പെണ്ണുടലിൻ്റെയും ഇടയിലൂടെ കടന്നു പോവുകയും ആനന്ദങ്ങൾ നിരസിക്കപ്പെടുകയും, നേരത്തെ പറഞ്ഞ ആ ഭീതിയുടെ ഒരു മുഴുവൻ നരകങ്ങളും കനലുകളും പേറുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായി നിരമിത്രൻ ഇവിടെയും മാറുന്നുണ്ട്. മഹാഭാരതത്തിലും വളരെ ശക്തമായി ഭീഷ്മരോട് ഏറ്റുമുട്ടുമ്പോൾ ഒട്ടും പതറുന്നില്ല. മഹാഭാരതത്തിലെ നിരമിത്രനും ഒട്ടും പതറുന്നില്ല. ഏറ്റവും ശക്തനായ ആയുധങ്ങൾ തേടുന്ന, ആയുധങ്ങൾ നേടുന്ന, വരങ്ങൾ അതിൻ്റെ വരപ്രാപ്തി നേടാൻ കഴിയുന്ന, അതേസമയം ഏറ്റവും ശക്തനായ കഥാപാത്രങ്ങളെ ചെറുക്കാനുള്ള മുഴുവൻ പ്രാപ്തിയുമുള്ളൊരു കഥാപാത്രമാണ് മഹാഭാരതത്തിലെ നിരമിത്രൻ.
2,17,000 കഥാപാത്രങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. ഇപ്പോഴും യു പിയിലൊരു ട്രൈബ് ഉണ്ട് ടീച്ചറെ. ആ ട്രൈബ് നമ്മൾ അഭിമന്യുവിൻ്റെ കഥ നമ്മൾ പറയും. അത് തുഞ്ചത്താചാര്യൻ രാമായണത്തിൽ ഇത് കുറേ കൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ജീവൻ ഉരുവപ്പെട്ട് അത് കുട്ടിയായി പുറത്തെത്തുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണത്തിൽ കുറേ കൂടി പറയുന്നുണ്ട്. ഈ ട്രൈബ് ഏതാണ്ട് കുട്ടിക്കൊരു 5.5 മാസം പ്രായമാകുമ്പോൾ തൊട്ട് മഹാഭാരതം ഈ കുട്ടിയോട് പറഞ്ഞു തുടങ്ങും. 11 വയസ്സാകും മുമ്പ് കുട്ടിക്ക് ഈ 2,17,000 കഥാപാത്രങ്ങളെയും മനസ്സിലാക്കണം എന്നാണ് അവരുടെ കൺസെപ്റ്റ്. ഈ 2,17,000 കഥാപാത്രങ്ങളിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു, നിരമിത്രൻ എന്ന അത് മിത്രങ്ങൾ, ശത്രു ഇല്ലാത്തവൻ മാത്രമല്ല, മിത്രങ്ങളും കൈയൊഴിയുന്ന ഒരാൾ കൂടിയാണ് നിരമിത്രൻ. ആ വിധത്തിൽ ആ ഒരു നകുലൻ്റെ മകൻ നകുലൻ്റെ തുടർച്ച നിരമിത്രൻ എന്നത് എത്രത്തോളം സംഗതമാണ്? നകുലനെ തന്നെയും ഏറ്റവും മങ്ങിയ ചായത്തിലാണ് മഹാഭാരതത്തിൽ വരയ്ക്കപ്പെട്ടിട്ടുള്ളത്. നകുലൻ മറ്റ് കഥാപാത്രങ്ങളെ പോലെ ഏതെങ്കിലും തരത്തിലൊരു പ്രാമുഖ്യമുള്ള ആളല്ല. നകുലൻ്റെയും സഹദേവൻ്റെയും ജന്മകഥ തന്നെ മഹാഭാരതത്തിൽ മറ്റ് പാണ്ഡവരൊക്കെ ഓരോ ദേവനെ പൂർണ്ണമായി ആവാഹിച്ച് വരുത്തിയിട്ട് അതിൽ നിന്നുണ്ടായവരാണ്. പക്ഷെ നകുലനും സഹദേവനും ഇരട്ടകളായ അശ്വിനി ദേവന്മാരുടെ മക്കൾ എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയുക, അവർ രണ്ടുപേരും നകുലനും സഹദേവനും രണ്ടല്ല എന്നുള്ള രീതിയിലാണ് വളർന്നു വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ നകുലന് വേറെ മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്, പാഞ്ചാലി അല്ലാതെ ഹിരൺമതി എന്ന് പറയുന്ന ഭാര്യ ഉണ്ട്, അതിലുണ്ടായ മകനാണ് നിരമിത്രൻ. അപ്പം അച്ഛൻ തന്നെ ഒട്ടും പ്രാധാന്യമില്ലാത്തൊരു കഥാപാത്രമായിരിക്കെ ആ മകനുള്ള ഒരേ ഒരു ധർമ്മം എന്ന് പറയുന്നത് അച്ഛന് വേണ്ടി പൊരുതി മരിക്കുക എന്ന് മാത്രമാണ്. മഹാഭാരതത്തിലുള്ള പാണ്ഡവരുടെ എല്ലാ മക്കൾക്കും അതാണ് നിയോഗം. അതായത് പൊരുതി മരിക്കുക, അച്ഛന്മാർക്ക് വേണ്ടി പൊരുതി മരിക്കുന്ന മക്കളുടെയും കൂടി ഈ കഥയാണത്. അത് ഏത് സ്ത്രീയിലുണ്ടായതാണെങ്കിലും അത്തരത്തിലാണ്. അപ്പോൾ ആ ഒരു കർമ്മം മാത്രമേ മഹാഭാരതത്തിലെ നിരമിത്രൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ ഒരു പേരെടുത്തിട്ട് ഇദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്ത്, അതായത് ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള കഥാപാത്രം ദ്രുപദ മഹാരാജാവിൻ്റെ മകനായിട്ടുള്ള അല്ലെങ്കിൽ മകളായിട്ടുള്ള ഈ കഥാപാത്രത്തിന് കൊടുക്കുന്ന സമയത്ത് അവിടെ നകുലൻ്റെ മകൻ അല്ലെങ്കിൽ നകുലനെ എടുക്കാൻ കഴിയാതെ പോയ ഒരു ജീവിതഭാരമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം അതിന് നിയുക്തനാവാതെ പോയ, എറിയാനറിയുന്നവൻ്റെ കയ്യിൽ കോല് കൊടുക്കുകയില്ല എന്നാണ് പാണ്ഡവന്മാരുടെ കഥ കാണുമ്പോൾ എപ്പോഴും എനിക്ക് ആദ്യം തോന്നുന്ന പഴഞ്ചൊല്ല്. അതായത് യുധിഷ്ഠിരന് പറ്റാത്ത പണി യുധിഷ്ഠിരന് കൊടുക്കും, ഭീമന് ചെയ്യാവുന്നതിലും മറ്റ് ലൈറ്റായിട്ടുള്ള പണി അദ്ദേഹത്തിന് കൊടുക്കും, അർജുനന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരുപാട് അത്തരത്തിൽ വരുന്നത്, നകുലനെ സഹദേവനും അവരെന്തെങ്കിലും ഒരു പണി അത്തരത്തിലാണ് അവർ. അതായത് ഒരു തരത്തിലും അവരുടെ ഒരു പാണ്ഡിത്യമോ അവരുടെ ഒരു വൈദഗ്ധ്യമോ മത്സരത്തിലേക്ക് വരാത്ത രീതിയിൽ പ്രമുഖരായിട്ടുള്ള പാണ്ഡവർക്ക് മാത്രം, അതായത് കൃത്യം പറയുകയാണെങ്കിൽ അർജുനൻ്റെ മഹിമ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ശരിക്കും അതിനകത്ത് ആ പാണ്ഡവരുടെ കഥാപാത്രങ്ങളെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ കാണാറുള്ളത്. ഭീമൻ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ കരബലത്തിൻ്റെ പേരിലാണ് വരുന്നത്. കുറച്ച് അദ്ദേഹത്തിൻ്റെ അത് 2-ാം ഊഴം വന്നതിന് ശേഷം നമ്മൾ ഭീമനെ വീണ്ടും കാണുന്നു. അദ്ദേഹം വളരെ പ്രണയിയായ ഒരു കഥാപാത്രം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. അത് കഴിഞ്ഞാൽ തീർന്നു, മറ്റൊന്നുമില്ല, മറ്റൊരു സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള പാണ്ഡവരുടെ പിന്തുടർച്ചാ പരമ്പരയായിട്ടുള്ള നിരമിത്രനൊന്നും മഹാഭാരതത്തിൽ ഒരു സ്പേസും ഉണ്ടാവാൻ സാധ്യതയില്ല. പാണ്ഡവരുടെ മക്കൾ പോലും മഹാഭാരതത്തിൻ്റെ അവസാനത്ത് ശേഷിക്കുന്നില്ല എന്നാണ് അത് പറയുന്നത്. അപ്പം ശരിക്കും ഇത് ഇല്ലാണ്ടായി പോകുന്ന, തുടച്ച് മാറ്റപ്പെടുന്ന ജീവിതമുള്ള ഒരു മനുഷ്യൻ്റെ പേര് ഒരുപാട് ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഒരുപാട് അടയാളപ്പെടുത്തപ്പെടാനുള്ള, അത് പരാജയമോ ജയമോ ആയിക്കോട്ടെ, അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. സത്യമാണ്, മിത്രങ്ങളും ഇല്ല. അതായത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം മുങ്ങി നവർന്നിട്ട് മുഴുവനും മമതാബന്ധങ്ങളിൽ നിന്നും മുക്തനാവുന്നുണ്ട്. അപ്പം അത് ശരിക്കും ലോകത്തോടുള്ള മമതയിൽ നിന്നും എല്ലാ തരത്തിലുള്ള സംഘങ്ങളിൽ നിന്നും മുക്തനായിട്ടാണ് അദ്ദേഹം മരണത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു രംഗം കൂടി നിരമിത്രൻ എന്ന് പറയുന്ന പേരിൻ്റെ കൂടെ ചേർത്തിട്ട് പറയണം എന്നെനിക്കുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ ഇള എന്ന് പറയുന്ന കഥാപാത്രത്തെയും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇള മഹാഭാരതത്തിലുള്ള കഥാപാത്രമല്ല, വൈവസ്വത മനുവിൻ്റെയും ശ്രദ്ധയുടെയും കുട്ടിയായിട്ടുള്ള ഇള 1 മാസം ആണായിട്ടും 1 മാസം പെണ്ണായിട്ടും ജീവിക്കേണ്ടി വരുന്ന ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റി അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രമാണ് പുരാണത്തിൽ. എന്തുകൊണ്ടാണ് അവളെ യാഗങ്ങളിൽ അഗ്നി ജ്വലിപ്പിക്കുന്നതിൻ്റെ ചാർജ് ആണ് ഇളയ്ക്കുള്ളത്. 1 മാസം ആണും 1 മാസം പെണ്ണുമായിട്ട് ജീവിക്കുന്ന, ഇളൻ എന്നും ഇള എന്നും ഇളൻ എന്നും ഇള എന്നും മാറിക്കൊണ്ടിരിക്കുന്ന സെക്ഷുവൽ ഐഡൻറ്റിറ്റിയുള്ള ഒരു കഥാപാത്രമാണ് പുരാണത്തിലെ ഇള. അവളുടെ പേരാണ് ആത്രേയത്തിലെ.
ഈ ഒരു കഥ കുറച്ചും കൂടി നമുക്കൊരു പ്രചോദനം നൽകുന്ന ഒരു കഥയാണല്ലോ എന്നുള്ളതുകൊണ്ട് ഇളയുടെ കഥയാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. പക്ഷെ അതിനേക്കാൾ പ്രധാനമായിരുന്നു ഈ യാത്രേകം എന്ന ഭൂമിക. അതായത് അവിടെ ഫിറ്റാവുന്ന കഥാപാത്രങ്ങളിലേക്ക് പിന്നീട് ശ്രദ്ധ തിരിഞ്ഞതുകൊണ്ടാണ് യാത്രേകം ആദ്യം ഉണ്ടായിട്ട് അവിടെ ജീവിക്കാൻ കൊള്ളാവുന്ന അല്ലെങ്കിൽ അവിടെ ജീവിക്കാനുള്ള ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് ഇളയെ പിന്നെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇളയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് യാത്രേകം ആദ്യം എഴുതിയത്. 6 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടത്, 6 തവണയോളം മാറ്റി എഴുതി പല പല കഥാപാത്രങ്ങളുടെ വീക്ഷണകോണിൽ നിന്ന് എഴുതി നോക്കി. അപ്പോൾ ഒന്നെങ്കിൽ മഹാഭാരതത്തിൻ്റെ ഒരു റെപ്ലിക്കയാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്നിട്ടുള്ള പുസ്തകങ്ങളുടെ ഒരു ഓണർ വരും. അപ്പോൾ അത്തരത്തിലൊന്നും ആവാതെ ഇത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ മേലെയാണ് ഈ ഒരു ഭൂമിക അതിൽ ഈ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യുന്നത്. അതോടൊപ്പം മഹാഭാരതം ഇപ്പോഴും കാലാതിവർത്തിയായി എന്നും തുടരുന്നതിൻ്റെ ഒരു കാരണം അതിൻ്റെ പല പല അടരുകളാണ്. പല പല വായനകൾക്ക് സാധ്യതകൾ തുറന്നിടുന്ന അതിൻ്റെ പല പല അടരുകളായിട്ട് ഇങ്ങനെ തുറന്നു വയ്ക്കപ്പെടുന്ന ഒന്നായി മഹാഭാരതം നിലനിൽക്കുന്നു. ഈ ഇതിഹാസങ്ങളുടെ ഒക്കെ ഒരു കൗതുകം അതിൽ പങ്കാളിയായിട്ടുള്ള ഒരാൾ, വ്യാസനാണെങ്കിലും വാൽമീകിയാണെങ്കിലും ആ കഥയുമായിട്ട് നേരിട്ട് പങ്കാളിയാണ്. അവരുടെ ശിഷ്യനിലൂടെ അടുത്ത ഒരു ആൾക്കൂട്ടത്തിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഒരു തുടർച്ച വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അടരുകളെ പറ്റിയിട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിൽ ബഭ്രുവാഹനൻ ചിത്രാംഗതയുടെ മകനും ഉലൂബിയുടെ മകനും ഹിഡിംബിയുടെ മകനുമൊക്കെ ഈ യാഗങ്ങളിൽ ഹോമിക്കപ്പെടാനുള്ളവർ മാത്രമാണ്. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ അച്ഛന്മാർക്ക് വേണ്ടി അവരുടെ സ്വപ്നങ്ങൾ ഇരാവാനെ കല്യാണവേദിയിൽ നിന്ന് വെച്ചാണ് ചെമ്പരത്തിമാല അണിയിച്ച് ചുവപ്പുമാല അണിയിച്ച് കൊണ്ടുപോകുന്നത്. അതൊരു ബലിമൃഗത്തിൻ്റെ അവസ്ഥ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ 7 സിസ്റ്റേഴ്സ് എന്നാണ് നമ്മുടെ ഇപ്പോഴും ഇവരുടെ ഈ മഹാഭാരതത്തിലെ ഈ പ്രദേശങ്ങളെ ഒക്കെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അത് അഫ്ഗാനിസ്ഥാനിലെ പഴയ രാമായണത്തിലെ കേകയത്തിൻ്റെ 5 സാമന്ത രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഗാന്ധാരം. അവിടെ നിന്ന് വന്ന ഗാന്ധാരി തൊട്ട് ഇങ്ങേയറ്റത്ത് കേരളൻ എന്ന രാജാവ് വരെ അവിടെ പോയിട്ട് ദുര്യോധനന് വേണ്ടി പോരടിക്കുന്നുണ്ട്. അത് ഈ ജയം എന്ന ആ കൺസെപ്റ്റിലൊക്കെ വരുമ്പോൾ ഈ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രവിശ്യ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും അസ്വസ്ഥമാണ്. ഞാൻ വടക്ക് കിഴക്കൻ പ്രവിശ്യ എന്ന വിധത്തിൽ അതിൻ്റെ ഒരു പ്രദേശമായിട്ട് കാണാനല്ല ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും രണ്ടാമൂഴത്തിൽ ഭീമസേനൻ കാശിയിൽ പോയി സ്വയംവരം നടത്തി ബലന്ധരയുമായി തേരിൽ വന്നിറങ്ങുന്ന ഘട്ടത്തിലാണ് ഖാണ്ഡവപ്രസ്ഥം ഒഴിപ്പിക്കുന്നതിനെ പറ്റി പറയുന്നത്. അവരൊക്കെ എവിടെ പോയി? നാഗന്മാരോ? ആദ്യമൊന്ന് ചെറുത്തു നിന്നു, പിന്നെ നമ്മൾ ആയുധമെടുത്തപ്പോൾ എല്ലാം ഓടിപ്പോയി. വളരെ നിസ്സാരമായിട്ടാണ് അത് നകുല സഹദേവന്മാർ അദ്ദേഹത്തെ അറിയിക്കുന്നത്. ഭീമനെ രക്ഷിച്ചത് പ്രമാണകോടിയിൽ വച്ച് പുഴയിലെറിഞ്ഞപ്പോൾ പുറത്തെടുത്ത് കൊണ്ടുവന്ന് പ്രാണൻ കൊടുത്ത അതേ ആളുകളെയാണ് പരമപുച്ഛത്തോടെ വലിച്ചെറിയുന്നത്. ആത്രേയകത്തിൻ്റെ സൗകുമാര്യങ്ങളും അത്തരം നഷ്ടമാകുന്ന കാര്യങ്ങളാണ്. അത്തരം ഇടപെടലുകളിലെ അത്തരം പെരുമാറ്റങ്ങളിലെ അനീതികൾ ഒരു എഴുത്തുകാരി എന്ന വിധത്തിൽ ഏതെല്ലാം തരത്തിൽ സങ്കടപ്പെടുത്തുന്നുണ്ട്. നമ്മൾ മഹാഭാരതത്തിൻ്റെ ഒരു വേർഷനിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ധാരണകളില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കഥയുടെ ഒരു ലീനിയറായിട്ടുള്ള പോക്ക്, അതായത് നമ്മളെ മനസ്സിലുണ്ടാവുന്നതും ഇതൊക്കെ തന്നെയാണ് ധർമ്മം. കർണൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്, അപ്പം ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഗതി നേരിടേണ്ടി വന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി അധർമ്മത്തിൻ്റെ ഭാഗത്ത് നിന്നതുകൊണ്ട് ധർമ്മത്തിൻ്റെ സംരക്ഷണമില്ലാതായി പോയ ഒരാളാണ് നീ എന്നാണ്. അപ്പം ധർമാധർമ്മങ്ങളുടെ വ്യാഖ്യാനങ്ങൾ മഹാഭാരതത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളോട് കൂടിയിട്ടാണ് വരുന്നത്. പക്ഷെ അതിനകത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചർച്ച എവിടെ അവസാനിക്കുകയില്ല. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ വളരെ പ്രകടമാണ്. കാരണം മണിപ്പൂരിൻ്റെ രാജകുമാരിയാണ് ചിത്രാംഗതയുടെ മകനാണ് ബഭ്രുവാഹനൻ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ കേസിൽ വളരെ ഒതുങ്ങി മാറി രക്ഷപ്പെട്ടു പോകുന്നൊരു നിലപാടെടുക്കുന്ന ആളാണ് അദ്ദേഹം. ബഭ്രുവാഹനൻ്റെ കൈ കൊണ്ട് ഒരു തവണ ഉലൂബി എന്ന് പറയണ്ടല്ലോ, അത് അർജുനൻ കൊല്ലപ്പെടുന്നുണ്ട്. അതിനുശേഷം ഉലൂബി കൊടുക്കുന്ന ഇതേ നാഗകന്യക കൊടുക്കുന്ന അമൃത് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തെ അർജുനനെയും രക്ഷിച്ചെടുക്കുന്നത്. അപ്പം ഭീമനെ വിഷം കൊടുത്തിട്ട് പാതാളത്തിൽ തട്ടിയിട്ട് കഴിഞ്ഞപ്പം അവിടെ അദ്ദേഹത്തിന് അമൃത് കൊടുത്ത് രക്ഷിക്കുന്ന നാഗങ്ങളാണ്. അർജുനൻ്റെ ജീവൻ രക്ഷിച്ചെടുക്കുന്നതും ഈ നാഗവംശജർ തന്നെയാണ്. അപ്പം വെറുതെ ഒരു നാഗം എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിന് അത്തരത്തിലൊരു രാഷ്ട്രീയ മാനം അതിനകത്തുണ്ട് എന്നാണ്. അപ്പോൾ രക്ഷകരായിട്ടുള്ളൊരു വിഭാഗത്തെ തന്നെയാണ് ഇവർ
പോരാടി എതിർത്ത് ഒഴിവാക്കി, അതായത് അവരെ നിഷ്കാസനം ചെയ്തുകൊണ്ട്, അതൊരർത്ഥത്തിലുള്ള ഉപദേശീയതയാണ്. ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ജ്ഞാനത്തെക്കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും മന്ത്രതന്ത്രാദികളെക്കുറിച്ചും ഒക്കെ പറയുന്ന കൂട്ടത്തിൽ ഉലൂബിയും ചിത്രാംഗതയും രണ്ട് സ്കൂളുകളിൽ പെടുന്നവരാണെന്ന് പറയുന്നുണ്ടല്ലോ. വിശ്വാസങ്ങൾ, ട്രൈബ്സിൻ്റെ വിശ്വാസങ്ങൾ. അപ്പോൾ അതിനൊക്കെയും നിഷ്കാസനം ചെയ്തുകൊണ്ട് ഒരു ഏകശിലാദേശീയത സ്ഥാപിക്കുക എന്ന് പറയുന്നൊരു പ്രവൃത്തി നടത്തുന്നുണ്ട് മഹാഭാരതത്തിൽ. അതാണ് ആ മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ ഒരൊറ്റ വ്യവസ്ഥയ്ക്കകത്ത് ഇതിനകത്തേക്ക് കൊണ്ടുവരിക, ഉപദേശീയതകളെ ചിതറിച്ച് കളയുക എന്നുള്ളത്. അപ്പം അത്തരത്തിൽ ചിതറിപ്പോകുന്ന ഉപദേശീയതകൾ ഈ വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഏതൊരു എഴുത്തുകാരുടെയും ഒരു ബാധ്യതയാണ്. അതായത് അതിനെക്കുറിച്ച് പറയുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ നോവലിലേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്കൊരു ചോദ്യം കൂടി ടീച്ചറോട് ചോദിക്കാണ്ട്. അത് പക്ഷേ അതിനു മുൻപ് നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് അറിയണം. സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾക്ക് വേണ്ടി സദസ്സിലേക്ക്. എൻ്റെ പേര് അജിത് സുന്ദർജിയാണ്. ഞാൻ കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് കൊല്ലം ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. ഞാനൊരു UD ക്ലർക്കാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരനാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മഹാഭാരത യുദ്ധത്തിൽ നകുലൻ സഹദേവനും കുന്തിയുടെ പുത്രന്മാരല്ല, നകുലനും സഹദേവനും എങ്ങനെയാണ് ഈ സ്വാധീനിക്കാൻ കഴിഞ്ഞത് ആ മഹാഭാരതത്തിൽ? അവരുടെ റോളൊന്ന് വിവരിക്കാമോ? നിരമിത്ര, ആ രണ്ട് ഐഡൻറ്റിറ്റി ഇന്നത്തെ പ്രസക്തമായ രാഷ്ട്രീയ കാലത്തിൽ, ഇന്നത്തെ വർത്തമാന കാലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ആ തരത്തിൽ ടീച്ചർ ഈ കഥാപാത്ര അവതരണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്, കുറ്റ്യാടിക്കാരനാണ്. ടീച്ചർ ഈ പുസ്തകം വായിച്ചപ്പോൾ ഇപ്പോഴും മനസ്സിൽ നിരമിത്രൻ പോയിട്ടില്ല. കാരണം നിരമിത്രൻ എന്ന കഥാപാത്രം കുറേ നോവലുകൾ വായിച്ചാൽ ഇപ്പോഴും മനസ്സിൽ ഒരു വല്ലാതെ ഒരു വേദന, ഒരു വിങ്ങലുണ്ടാക്കുന്ന കഥാപാത്രമാണ്. ഏകദേശം അതിലുള്ള ഒരു ബഹുഭൂരിപക്ഷം കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണ്. ചൂടകനായാലും ഇളയായാലും പിന്നെ മുഖം നഷ്ടപ്പെട്ട ഗതനായാലും ദശാർണ രാജകുമാരി വരെ ഒരു പ്രായപൂർത്തിയായ പക്വതയാകുമ്പോൾ തെറ്റുകൾ തിരുത്തുന്ന ആളുകളായിട്ടാണ് അത് മാറുന്നത്. അപ്പോൾ ഈ കഥാപാത്രങ്ങളെയൊക്കെ സൃഷ്ടിക്കുമ്പോൾ എന്തായാലും ടീച്ചർ ഒരു മാനസിക വ്യത, രണ്ടു തുള്ളി കണ്ണുനീർ എന്തായാലും ആ പുസ്തകത്തിനകത്തേക്ക് പതിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെയാണ് ആ കഥാപാത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ അതിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ടീച്ചർക്കുണ്ടായ ഒരു മാനസിക അവസ്ഥ എന്തായിരുന്നു എന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമെന്ന്. ആദ്യമായി ടീച്ചർക്ക് അഭിനന്ദനങ്ങൾ. ഇത്രയും മികച്ചൊരു നോവൽ മലയാള സാഹിത്യത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ടീച്ചറുടെ അതേ കോളേജിൽ പണ്ട് ഞാൻ ഒരു ഗണിതശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ ഈ നിയമസഭയിലെ ഒരു അണ്ടർ സെക്രട്ടറിയാണ്. ഞാൻ അത് വായിച്ചപ്പോൾ എനിക്ക് നിരമിത്രനേക്കാളും മഹത്തായ രണ്ട് കഥാപാത്രങ്ങളായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ദ്രുപദ മഹാരാജാവ്, അതുപോലെ തന്നെ പാഞ്ചാലി. ഇത്രയും ഞാൻ രണ്ടാം എഴുത്ത് പോലും ഇത്രയും ഭയങ്കരമായിട്ട്, ഇത്രയും മനോഹരമായിട്ട് പാഞ്ചാലിയെ വർണ്ണിച്ച് കണ്ടിട്ടില്ല. എനിക്കൊന്നും പറയാനില്ല, അതിമനോഹരമായിട്ടുണ്ട് ടീച്ചർ. ടീച്ചറിൻ്റെ രചനാ രീതിയെപ്പറ്റി അറിയാനാണ്. ഇപ്പോൾ ടീച്ചർ ഏതോ നോവലിൻ്റെ കേസ് പറഞ്ഞു ഒരു 6 പ്രാവശ്യം തിരുത്തി എഴുതിയെന്ന് പറഞ്ഞു. ഇത് ഹാരി പോട്ടറിനുമൊക്കെ അവരും JK റോളിങ്ങും പറയുന്നുണ്ട്. ചിന്താവിഷ്ട സീത ആശാൻ ഒരു 4 വട്ടം തിരുത്തി എഴുതിയെന്ന് കേട്ടിട്ടുണ്ട്. MN ബഷീർ അത് പഠനം നടത്തിയിട്ടുണ്ട്. ആശാൻ ഒരുപാട് തിരുത്തലുകൾ നടത്തിയിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, സർഗാത്മകതയെ കൂട്ടുകയാണോ അതോ തിളക്കുകയാണോ ഈ മാറ്റി എഴുതൽ കൊണ്ട് സാധിക്കുന്നത്? പിന്നെ രണ്ടാമത്തെ ചോദ്യം, ടീച്ചറുടെ ഈ ദാക്ഷായണിക്ക് ഇത്രയും പോപ്പുലാരിറ്റി വരാനുള്ള കാരണം? നല്ല വാക്കുകൾക്ക് നന്ദി. നകുലൻ്റെയും സഹദേവൻ്റെയും കഥ മഹാഭാരതത്തിൽ അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും. എന്നാൽ ഒറ്റ കാര്യം കൂടി പറയട്ടെ. നകുലൻ്റെയും സഹദേവൻ്റെയും അമ്മ മാദ്രിയാണ്. മാദ്രി പാണ്ഡുവിൻ്റെ ചിതയിൽ സതി അനുഷ്ഠിച്ച ആളാണ്. അങ്ങനെ സതി അനുഷ്ഠിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, മാദ്രി പറയുന്നതായി മഹാഭാരതത്തിൽ പറയപ്പെടുന്നത്, 2 പേരും തമ്മിൽ തർക്കമുണ്ടാകുന്നുണ്ട്. ആര് സതി അനുഷ്ഠിക്കണം, കുന്തി വേണോ മാദ്രി വേണോ എന്ന്. അപ്പോൾ കുന്തിയും തയ്യാറാവുന്നുണ്ട്, മാദ്രിയും തയ്യാറാവുന്നുണ്ട്. പക്ഷെ മാദ്രി പറഞ്ഞു, അത് വേണ്ട, നിങ്ങളെന്തായാലും കുട്ടികളെ വളർത്താൻ വേണ്ടി ബാക്കിയാവണം. ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള ഞാൻ സതി അനുഷ്ഠിച്ചുകൊള്ളാം. അടുത്ത റീസൺ എന്താ വെച്ചാൽ, നമ്മൾക്ക് 5 മക്കൾ ഉണ്ട്. കുന്തി ആവുമ്പം 5 പേരെയും ഒരേപോലെ ഒരേ മനസ്സോടുകൂടി നോക്കി വളർത്താൻ പറ്റും. പക്ഷെ എനിക്കത് സാധിച്ചുവെന്ന് വരില്ല.
അതായത് വളരെ മനുഷ്യ സഹജമായിട്ടുള്ള സ്ത്രീ സഹജമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, ഒരു സ്വാഭാവികതയാണ് മാദ്രി പറയുന്നത്. മാദ്രി സതി അനുഷ്ഠിക്കുന്നു. കുന്തി ഈ മക്കളെ എങ്ങനെയാണ് വളർത്തിയത് എന്നുള്ളതിൻ്റെ റിസൾട്ട് പിന്നീട് നമ്മൾ അറിയുന്നത് മഹാഭാരതത്തിലെ യക്ഷപ്രശ്നത്തിൻ്റെ അടുത്ത് വരുമ്പോഴാണ്. യക്ഷപ്രശ്നത്തിൽ അത് മറ്റൊരു തരത്തിൽ ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിലുണ്ട്. യക്ഷപ്രശ്നത്തിൻ്റെ ഒരു മൈം ഇതിൻ്റെ മുന്നിൽ കാണാം. യക്ഷപ്രശ്നത്തിൽ യുധിഷ്ഠിരൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഈ കൊറ്റി കൊന്നുകളയുന്നുണ്ട്. അവസാനം ഇദ്ദേഹം വന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പം, ഇനി നിൻ്റെ ഈ അനിയന്മാരിൽ വെച്ച് ഒരാളെ ജീവിപ്പിക്കാം, ആരെ വേണം എന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്നത് നകുലനെ എന്നാണ്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത്, ഞങ്ങളുടെ അച്ഛന് 2 ഭാര്യമാരാണ്. പാണ്ഡുവിൻ്റെ കുന്തിയും മാദ്രിയും 2 ഭാര്യമാരാണ്. കുന്തിയുടെ മക്കളിൽ മുതിർന്നവനായ ഞാൻ ജീവിച്ചിരിക്കുന്നു, മാദ്രിയുടെ മക്കളിൽ മുതിർന്നവനായ നകുലൻ ജീവിച്ചിരിക്കട്ടെ. അപ്പം ഇങ്ങനെയൊരു സംസാരത്തിന് യുധിഷ്ഠിരനെ പ്രാപ്തനാക്കിയത് കുന്തി എന്ന അമ്മയുടെ ആ ഒരു വളർത്തൽ കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ മാഹാത്മ്യം കൊണ്ടാണ് എന്നും അതിനകത്ത് പറയുന്നുണ്ട്. അത് സ്ഥാപിക്കുക, കുന്തിയുടെ മാഹാത്മ്യം സ്ഥാപിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അതിൻ്റെ ഫലശ്രുതി മഹാഭാരതത്തിൽ അപ്പോഴല്ല ഉണ്ടാവുക. ഒരുപാട് ശാഖകൾ കയറി ഇറങ്ങി മറിഞ്ഞതിന് ശേഷമാണ് അന്ന് ആ എടുത്ത തീരുമാനത്തിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. ആ അമ്മ വളർത്തിയ മകനായതുകൊണ്ടാണ് യുധിഷ്ഠിരൻ അങ്ങനെയൊന്ന് പറഞ്ഞതെന്ന്. ഇങ്ങനെയാണ് ഈ പ്രാചീന സാഹിത്യത്തിൽ മിക്കവാറും നമ്മുടെ പഴയ കൃതികളിൽ മഹത്വ സ്ഥാപനങ്ങൾ നടക്കുന്നത്. ഇത് ആണിൻ്റെ മഹത്വമായാലും പെണ്ണിൻ്റെ മഹത്വമായാലും അമ്മയുടെ മഹത്വമാണെങ്കിലും ഒരു കഥാപാത്രത്തിന് നമ്മൾ ഹൈപ്പ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നകുലൻ അങ്ങനെയും കൂടി ഒരു പദവി അതിനകത്തുണ്ട്. അത് നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നകുലൻ സഹദേവനും മഹാഭാരതത്തിലെ ഏറ്റവും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത കഥാപാത്രങ്ങളായി മാറിപ്പോകുന്നുണ്ട്. ഒന്നുകൂടി കർണൻ്റെ തേരാളിയായി പിന്നീട് വരുന്ന ശല്യർ നകുലൻ്റെയും സഹദേവൻ്റെയും അമ്മയായ മാദ്രിയുടെ സഹോദരനായിരുന്നു എന്നും കൂടി കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. അവരുടെ കഥ പറയാൻ ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ട് നമ്മളവിടെ വെച്ചത് നിർത്തുകയാണ്. രണ്ടാമത് നിരമിത്രൻ എന്ന് പറയുന്ന പേരിനെക്കുറിച്ച് ഉള്ളത്, നിരമിത്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ളത്, ദേശം സ്ത്രീയും ദേശത്തിൻ്റെ ഉടമ പുരുഷനുമായിട്ടാണ് നമ്മുടെ ഒരു പൗരാണിക കാവ്യസങ്കല്പം. ഭൂമിയുടെ ഭർത്താവ് എന്നാണ് രാജാവിനെ വിളിക്കുക. ഭൂമിയുടെ ഭർത്താവാണ് രാജാവ് എന്നാണ്. അപ്പം ദേശം അഥവാ രാജ്യം, ഭൂമി സ്ത്രീയാണ്, ഭർത്താവ് പുരുഷനാണ്. അങ്ങനെ സ്ത്രീ പുരുഷൻ എന്നീ 2 ലിംഗനിലകൾക്കിടയിൽ മാത്രം കെട്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സംസ്കാരമുണ്ട്. രാജഭരണം ഏത് തരത്തിലുള്ള ആളിന് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ മഹാഭാരതത്തിലുണ്ട്. ഭിന്നശേഷിയുള്ള ആളിന് രാജാവാകാൻ പാടില്ല, സ്കിന്നിന് കളറ് മാറിയിട്ടുണ്ടെങ്കിൽ രാജാവാകാൻ പാടില്ല. സ്വാഭാവികമായിട്ടും സ്ത്രീയോ പുരുഷനോ അല്ലാത്ത ഒരാളിനും രാജപദവി കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പം അതുപോലെ സൂതപുത്രൻ രാജാവാകുമ്പോൾ മാത്രമാണ് അദ്ദേഹം സൂതപുത്രൻ അല്ലാതെ അംഗരാജാവായി മാറുന്നത്. അപ്പം ജന്മം എന്ന് പറയുന്നത് ആ അവസ്ഥ ഏതർത്ഥത്തിലും വലിയ പ്രശ്നമാണ് മഹാഭാരതത്തിൽ. എൻ്റെ ജന്മമാണ് എൻ്റെ തെറ്റ് എന്ന് എഴുതി വെച്ചിട്ട് ഒരാൾ കടന്നു പോയിട്ട് അധികകാലം ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ജന്മത്തിൻ്റെ പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ തിരുവിതാംകൂർ ഭരുമോ എന്ന് നോക്കാം എന്ന് പറയുന്നില്ലേ, അതാണ്. അങ്ങനെ ഒരാൾ ഭരിച്ചാൽ രാജ്യം ഭരുമോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ആണും പുരുഷനും സ്ത്രീയും അല്ലാത്ത ലിംഗനിലകളിലുള്ള ഒരാൾക്ക് കൈയാളാവുന്ന ഒന്ന് മാത്രമാണ് രാജപദവി. പുരുഷത്വം എന്ന് പറയുന്നത്, മസ്കുലിനിറ്റി എന്ന് പറയുന്നത് ഫെമിനിറ്റി പോലെ തന്നെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒന്നാണ്. രാജ്യഭരണത്തിന് ആവശ്യമാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാണ്ടും ഇരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിരമിത്രൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ തന്നെ തിരഞ്ഞ് എടുക്കുന്നത്. എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് പിന്നീട് വന്നത്. നമ്മൾ മാറ്റി എഴുതുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ അനുഭവം. കാരണം 2 നോവലേ എഴുതിയിട്ടുള്ളൂ. ഒന്നാമത്തേത് മാറ്റി എഴുതാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. ഫേസ്ബുക്കിൽ ഇന്ന് എഴുതിയിട്ട് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം, ഒരു മാറ്റി എഴുത്തുമില്ല. സ്റ്റേജിൽ നിൽക്കുന്നത് പോലത്തെ ഒരു ഫീലാണ്. ഇന്ന് എഴുതുന്നു, അത് പോസ്റ്റ് ചെയ്യുന്നു. അപ്പം അത് പുസ്തകമാകുന്ന സമയത്ത് മാതൃഭൂമി തന്നിട്ടുള്ള ഒരു ചെറിയ സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് വരുത്തിയ മാറ്റങ്ങളല്ലാതെ അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. പക്ഷേ അതിന് ഫസ്റ്റ് റീഡർ 2 പേരുണ്ടായിട്ടുണ്ട് കല്യാണിക്ക്. അതായത് അവർ വായിക്കാതെ കല്യാണി പോസ്റ്റ് ചെയ്തിട്ടില്ല. അത്രയ്ക്ക് ആത്മവിശ്വാസമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കല്യാണിക്ക് 70-80 അധ്യായങ്ങളുണ്ട്. ഏകദേശം ഒരു 10-50 അധ്യായങ്ങൾ കല്യാണിയുടേത് വേണ്ടാന്ന് വെച്ച് കളഞ്ഞിട്ടുണ്ട്. അത് കൂട്ടിയാൽ വേറൊരു കല്യാണി വരും. അത്തരത്തിലുള്ള തരത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇത് 6 തവണ മാറ്റിയതിൽ നിന്ന് ഒട്ടും അതിശയോക്തിയല്ല. അതിന് തെളിവ് എൻ്റെ മെയിലാണ്. എഴുതുന്നത് മെയിലിലേക്ക് ഇടുകയാണ് ചെയ്യുക. ഇന്നിതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതാൻ നമ്മളെ ആവശ്യമില്ല എന്നൊക്കെ തോന്നും.
മാറ്റി എഴുതലാണ്ട് ഒരു നിവൃത്തിയില്ല. കൃഷ്ണയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മഹാഭാരതം പറയേണ്ട കാര്യമില്ല, ഓൾറെഡി പുസ്തകം വന്നു കഴിഞ്ഞു. കർണനെക്കുറിച്ച് പറഞ്ഞാൽ ഇനി അത് അംഗീകരിക്കില്ല, കാരണം അതിന് മുന്നിലൊരു കൃതി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുമായി താരതമ്യം ചെയ്യപ്പെടും. ഭീമൻ്റെ കഥ പറഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പണ്ട് മറ്റേ മാലതി മാധവൻ തുടങ്ങിയിട്ട് അവസാനം ചക്കി ചങ്കരം എന്ന് വന്നതുപോലത്തെ ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് മാറ്റി എഴുതുന്നതാവും നന്നാവുക എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല, മാറ്റി എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മഹാന്മാരായ എഴുത്തുകാരും അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രതിഭയില്ല എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ ഒരു എഫേർട്ട് ഉണ്ട് അതിനകത്ത്, നമ്മൾ മാറ്റി എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. മാത്രമല്ല നല്ല എഡിറ്ററുടെ കയ്യിൽ അത് കിട്ടുകയും വേണം. കാരണം നമ്മൾ കാണാത്തത് പലതും അവർ കാണും എന്നുള്ളതാണ്. അപ്പം ഇതിന് എനിക്കിടയ്ക്ക് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ഇതിലേതെങ്കിലും ചോദ്യത്തിന് ഉത്തരം ഞാൻ വിട്ടുപോയിട്ടുണ്ടോ അതെനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു നമ്മുടെ സമയം ഏകദേശം കൃത്യസമയം പാലിച്ചുകൊണ്ട് സെഷൻ അവസാനിക്കുകയാണ്. അപ്പം ഒരു ചോദ്യം ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് പക്ഷേ 2:45 ആയതുകൊണ്ട് എനിക്കിനി ചോദ്യം ചോദിക്കാൻ അവസരമില്ല. പക്ഷേ ആ ചോദ്യം ടീച്ചർ അതിന് ഉത്തരം പല തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പേരുകൾ എങ്ങനെ വരുന്നു? പണ്ടൊക്കെ, ഇപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ജനിക്കും മുമ്പേ പേര് നിശ്ചയിക്കുന്നതാണ് നമ്മുടെ ഒരു ശീലം. പണ്ട് കഥാപാത്രങ്ങളുടെ ചെയ്തികളിലൂടെയായിരുന്നു അവരുടെ പേരുകൾ രൂപീകരിക്കപ്പെട്ടിരുന്നത്. പേരുകൾ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം തന്നെ പേരായി മാറുന്നതായിരുന്നു. എന്തായാലും മാറ്റി എഴുതിയത് വളരെ നന്നായി എന്നത് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വട്ടം വായിക്കുമ്പോഴും ഓരോരുത്തരും മനസ്സിലാകും. കാരണം പല പുസ്തകങ്ങളും, കഴിഞ്ഞ വർഷം വായിച്ച പുസ്തകങ്ങളിൽ പലതുപോലും പകുതി ചെത്തിക്കളഞ്ഞിരുന്നെങ്കിൽ മനോഹരമാകുമായിരുന്നേനെ എന്ന് നമുക്ക് ഏതൊരു വായനക്കാരനെയും തോന്നിപ്പിക്കുന്ന ഒരു കാലത്തുകൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും ഈ പുസ്തകങ്ങൾ അത്രയൊന്നുമില്ല. എടശ്ശേരി പണ്ട് പറഞ്ഞതുപോലെ തന്നെ പാഞ്ഞുപോകും കൊടുങ്കാറ്റേ വരൂ നീ നിന്നെക്കൊണ്ട് ഈ തരുപാളിയിൽ നർത്തനം ചെയ്യാൻ പഠിപ്പിക്കാം എന്ന് എടശ്ശേരി പാടിയതുപോലെ തന്നെ ടീച്ചർ ഈ കൊടുങ്കാറ്റിനെ കൊണ്ട്, പാഞ്ഞു പോകുന്ന കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്തി തരുപാളിയിൽ ടീച്ചർ നർത്തനം ചെയ്യിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ടീച്ചറെ കുശുമ്പ് തോന്നുന്നു. അതോടൊപ്പം ഇത്രയും കാലം ആയിട്ടും ഒരു പുസ്തകം ടീച്ചറുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് ടീച്ചറുടെ കയ്യിൽ നിന്ന് ഒരു ഒപ്പ് വാങ്ങിയിട്ടില്ല, കയ്യൊപ്പ് തരണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഈ പുസ്തകം വാങ്ങിയതാണ്.